Welcome to Learn Commerce. Calicut University BCom 4th semester Cost Accounting Chapter 2ൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. Chapter 2 Cost Classification and Elements of Cost. കോസ്റ്റ് എന്താണെന്നും കോസ്റ്റിൻ്റെ എത്ര ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ടെന്നും ദെൻ കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നും ഇത്രയും ഒരു ചെറിയൊരു കോണ്ടൻറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് നടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് എന്താണെന്നും കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ബാക്കി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക്സ് ആയ കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് കോസ്റ്റ്, എന്താണ് കോസ്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ്. നമുക്ക് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻക്വേർഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പെൻസിനെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് വിച്ച് മീൻസ് ആൻ എക്സ്പെൻസ് ടു മേക്ക് ഓർ ബൈ സംതിങ്. നമ്മുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ബൈ ചെയ്യാനോ നമുക്ക് വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് അത്ര മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഫേം ഇൻക്വയർ ചെയ്യുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഇനി എത്ര ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് നോക്കുന്നത്. നോക്കൂ, ഇവിടെ 5 ഹെഡ്സിൽ നമുക്ക് കോസ്റ്റുകളെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ബേസ്ഡ് ഓൺ ഫങ്ഷൻസിൻ്റെ ബേസിൽ, ബേസ്ഡ് ഓൺ ബിഹേവിയർ ഓർ വാരിയബിലിറ്റിയുടെ ബേസിൽ, ഐഡൻറ്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റി, ടൈം ഓർ പീരീഡ്, ഡിസിഷൻ, മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇത്രയും 5 ഹെഡ്സുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ എന്തുണ്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ നോക്കൂ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷൻ. ഫങ്ഷൻ്റെ ബേസിൽ കോസ്റ്റിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ നടക്കുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ ബേസിൽ നമുക്ക് കോസ്റ്റിനെ എങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അതിലെ ഫസ്റ്റ് വൺ ആണ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഒന്നാമത്തെ കോസ്റ്റ് ഏതാണ്, മാനുഫാക്ചറിങ് കോസ്റ്റ്. മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട് ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ നോക്കൂ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകളെ ആണ് റിലേറ്റഡ് ടു ജനറൽ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ആ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് ഓഫീസുമായിട്ട് ഒഫീഷ്യൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കോസ്റ്റുകളെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സെല്ലിംഗ് കോസ്റ്റ് ആണ്. സെല്ലിംഗ് കോസ്റ്റ് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റ് നമ്മളൊരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമ്മളത് സെയിൽ ചെയ്യും കൂടി വേണം അല്ലേ. അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ആ ഒരു എക്സ്പെൻസുകൾ, കാരണം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, അത് സെയിൽ ചെയ്യുന്നവർക്ക് കമ്മീഷൻ കൊടുക്കണം, അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പെൻസുകൾ വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, നമ്മൾ അതെന്ത് ചെയ്യണം, അത് നമ്മൾ എവിടെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഗോഡൗൺ വരുന്നത് ബാംഗ്ലൂരാണ്, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ് വരുന്നത് കൊച്ചിയിലാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഗോഡൗണിൽ വെയർഹൗസിൽ സൂക്ഷിക്കേണ്ടി വരും, ഇവിടെ ഗോഡൗണിൽ സൂക്ഷിക്കേണ്ടി വരും, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഇൻക്വയർ ചെയ്യേണ്ടി വരും. അങ്ങനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്, സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും വരുന്നുണ്ട്. ഇനി സെക്കൻഡ് വൺ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓർ വാരിയബിലിറ്റി. ആ ഒരു കോസ്റ്റിൻ്റെ ബിഹേവിയർ, അതിൻ്റെ നാച്ചുറിനനുസരിച്ചിട്ട് അതെങ്ങനെ എത്ര രീതിയിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അതായത് ഒരു യൂണിറ്റിൽ, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ എന്ത് തന്നെ സംഭവിച്ചാലും പ്രൊഡക്ഷൻ്റെ ലെവല് കൂടുകയോ
കുറയുകയോ പ്രൊഡക്ഷൻ്റെ ലെവലിൽ എന്ത് തന്നെ മാറ്റം സംഭവിച്ചാലും യാതൊരു രീതിയിലും മാറാതെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നോക്കൂ, റെൻറ്റ്. ഇപ്പോൾ ഒരു മാസം പ്രൊഡക്ഷൻ കുറച്ച് കുറവാണ് എന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അവിടെ കൊടുക്കേണ്ട റെൻറ്റ്, ആ ഒരു ബിൽഡിങ്ങിന് നമ്മൾ കൊടുക്കേണ്ട റെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള എംപ്ലോയീസിനുള്ള സാലറി, പ്രൊഡക്ഷൻ കുറഞ്ഞാലും കൂടിയാലും അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അങ്ങനെ എത്ര നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ, അതൊന്നും ബേസ് ചെയ്യാതെ ഫിക്സഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോസ്റ്റ് എന്താണ്, വാരിയബിൾ കോസ്റ്റ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴും പ്രൊഡക്ഷൻ കുറയുമ്പോഴും അതിനനുസരിച്ച് പ്രൊഡക്ഷനിൽ വരുന്ന വോളിയം ഓഫ് ഔട്ട്പുട്ടിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, വാരിയബിൾ കോസ്റ്റ്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ ആ കോസ്റ്റ് പോസിറ്റീവ്ലി കോറിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കൈൻഡ് ഓഫ് കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെമി വാരിയബിൾ കോസ്റ്റ്. സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെവൽ വരെ ഫിക്സഡ് ആയിരിക്കും, അതിനുശേഷം അത് വാരിയബിൾ ആയിരിക്കും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജ് അതിന് നമ്മൾ പേ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് പിന്നെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ ഒരു എക്സ്പെൻസ് വരിക. അപ്പോൾ ഒരു മിനിമം ലെവൽ വരെ ഫിക്സഡ് ആയിട്ടും അതിനുശേഷം വാരിയബിൾ ആയിട്ടും വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പായിട്ട് അത് ഒരു ലിമിറ്റ് വരെ ഒരു എക്സ്പെൻസ്, അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു എക്സ്പെൻസ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഹേവിയർ ഓർ വാരിയബിലിറ്റിയുടെ ബേസിൽ നമുക്ക് 4 എക്സ്പെൻസുകളാണ് വരുന്നത്, ഫിക്സഡ് കോസ്റ്റ്, വാരിയബിൾ കോസ്റ്റ്, സെമി വാരിയബിൾ കോസ്റ്റ് ആൻഡ് സ്റ്റെപ്പ് കോസ്റ്റ്. ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഐഡൻറ്റിഫയബിലിറ്റി ഓർ ട്രേസബിലിറ്റി, നമുക്ക് എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം, നമുക്കത് എങ്ങനെ ചാർജ് ചെയ്യാം എന്നതിൻ്റെ ബേസിൽ, എങ്ങനെ അസൈൻ ചെയ്യാം, ആ കോസ്റ്റുകളെ എങ്ങനെ അസൈൻ ചെയ്യാം എന്നതിൻ്റെ ബേസിൽ കോസ്റ്റുകൾ 2 എണ്ണമാണ് വരുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് ഡയറക്റ്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഡയറക്റ്റ് കോസ്റ്റ് എന്നും. അതിനെ ഡയറക്റ്റ്ലി ചാർജ് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്കൊരു സ്പെസിഫിക് ആക്ടിവിറ്റിക്കാണ് ആ ഒരു കോസ്റ്റ് വന്നിട്ടുള്ളത് എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, തേർഡ് വൺ വരുന്നത് ടൈം കോസ്റ്റ് ഓർ പീരിയഡ് കോസ്റ്റ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതായത് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കോസ്റ്റ്, ഓൾറെഡി ഹാപ്പൻ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റിനെയാണെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. രണ്ടാമത്തെ എന്താണ്, പ്രോഡക്റ്റ് കോസ്റ്റ്. മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പീരിയഡ് കോസ്റ്റ്, മൂന്നാമത് വരുന്ന കോസ്റ്റ് പീരിയഡ് കോസ്റ്റ് ആണ്. ഒരു പർട്ടിക്കുലർ പീരിയഡിലേക്ക്, പീരീഡ് ദേ ഒക്വർ, എക്സ്പെൻസ് ഇൻ ദ പീരീഡ് ദേ ഒക്വർ, ഒരു പീരിയഡിലേക്ക് വരുന്ന കോസ്റ്റിനെയാണെന്ന് പറയുന്നത് പീരിയഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ് നാലാമത്തെ കോസ്റ്റ്. പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിട്ടുള്ള കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, പ്രീഡിറ്റർമൈൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇതിൻ്റെ അണ്ടറിൽ കുറച്ചധികം കോസ്റ്റുകൾ പഠിക്കാനുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഓൾറെഡി ആ ഒരു കോസ്റ്റ് നമുക്ക് വന്നു കഴിഞ്ഞു, ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു കോസ്റ്റ് വന്നു കഴിഞ്ഞു, ഇനി അതിലൊന്നും ചെയ്യാൻ കഴിയില്ല, കാനോട്ട് ബി റിക്കവേർഡ്. അങ്ങനത്തെ പാസ്റ്റ് നമ്മൾ മുന്നേ ഒരു ഡിസിഷൻ എടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസ് വന്നു, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ കോസ്റ്റുകളാണ് എന്ത് പറയുന്നത്, സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ദാറ്റ് വി ഫോർഗോൺ. നമുക്കറിയാം, അതായത് ഒരേപോലത്തെ 2 ഓപ്പർച്യൂണിറ്റീസ് വന്നു, എ ആൻഡ് ബി എന്ന് പറയുന്ന 2 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വന്നു. അതിൽ നമ്മൾ എ ചൂസ് ചെയ്തു, ബി റിജക്റ്റ് ചെയ്തു.
അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ചൂസ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് എ ചൂസ് ചെയ്തതുകൊണ്ട് നമുക്കത് മിസ്സായി. അങ്ങനെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്തത് കൊണ്ട് വേറൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സായി. അവിടെ നമുക്ക് കുറച്ച് കോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ കിട്ടാത്ത നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീൻ്റെ കോസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് എന്ത്, ഡിഫറൻഷ്യൽ കോസ്റ്റ്. അതായത് ഡിഫറൻസ് ഇൻ കോസ്റ്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോയിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ഇൻ കോസ്റ്റ് ബിറ്റ്വീൻ ടു ഓൾട്ടർനേറ്റീവ്, രണ്ട് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസിൽ വരുന്ന ഒരു ഡിഫറൻസ് ആണ് എന്ത്, ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, പക്ഷെ അതോടെ ഒരു എക്സ്പെൻസ് ആണ്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓണേഴ്സ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ ഓണറാണ്, അദ്ദേഹത്തിൻ്റെ ടൈം, ആ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടൈം എന്ന് പറയുന്നതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്, കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ടൈം, ഓണേഴ്സ് ടൈം എന്നിട്ട് അതിനൊരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് സമയത്ത് ഒരു ന്യൂമറിക്കലി കൺസിഡർ ചെയ്യാൻ പറ്റാത്ത, പക്ഷെ അങ്ങനെ അവിടെ ഒരു കോസ്റ്റ് വന്നിട്ടുള്ള അങ്ങനത്തെ കോസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ആക്ച്വലി നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ക്യാഷ് എക്സ്പെൻഡിച്ചർ, ആക്ച്വലി വന്നിട്ടുള്ള ക്യാഷ് എക്സ്പെൻഡിച്ചർ, അതാണ് എന്ത്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ്. ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ദാറ്റ് കണ്ടിന്യൂ ഇഫ് വി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ടെമ്പറലി. നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ്, ആ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ ഒരു ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലവ് വരും അല്ലേ. താൽക്കാലികമായിട്ട് നിർത്തുമ്പോൾ നമുക്ക് ആ ബിൽഡിംഗ് ഒന്നും ഒഴിഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് റെൻറ്റ് കൊടുക്കേണ്ടൊക്കെ ആവശ്യം വരും. അപ്പോൾ ടെമ്പററി ആയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നിർത്തുമ്പോൾ അതിന് വരുന്ന ചിലവുകളെയാണ് എന്ത് പറയുന്നത്, ഷട്ട് ഡൗൺ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അഡീഷണലി ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരും, അതാണ് മാർജിനൽ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ്. കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് വരുമോ അതാണ് കൺവേർഷൻ കോസ്റ്റ്. നെക്സ്റ്റ് റെലവൻറ്റ് കോസ്റ്റ്. റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ദാറ്റ് വിൽ ചേഞ്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡിസിഷൻ മെയ്ഡ്. നമ്മുടെ ഡിസിഷൻസ് ഉണ്ടാവുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുന്ന റെലവൻ്റ് ആയിട്ട് കീപ്പ് ഇൻ ചേഞ്ച് വരുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുന്നത്, റെലവൻറ്റ് കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് കോസ്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നത് ഇത്രയധികം കോസ്റ്റുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കിത് തിയറി എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നും പിക്ക് ചെയ്തിട്ട് ചോദിക്കാം. അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിന് പകരം കറക്റ്റ് മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ ലാംഗ്വേജിൽ അതിന് ആൻസർ എഴുതാൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ആണ്. കോസ്റ്റിന് പ്രധാനമായിട്ടും 3 എലമെൻസുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. 3 എലമെൻറ്റ്സ് ആണ് വരുന്നത്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറയാം, കാരണം ഇനി വരുന്ന 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററുകളാണ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ആ റോ മെറ്റീരിയൽസിനെയാണ് അവിടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന എംപ്ലോയീസിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകളാണ് എന്ത്, എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കോസ്റ്റ് സെൻറ്റർ എന്താണെന്നും അതേപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റ് എന്താണെന്നും നമുക്ക് നോക്കണം. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ആ എക്സ്പെൻസ് വരുന്നത്, എവിടെയാണ് നമ്മൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, ആർക്കാണ് നമ്മൾ ആ എക്സ്പെൻസ് വരുന്നത്, അതാണ് കോസ്റ്റ് സെൻറ്റർ. നോക്കൂ, ലൊക്കേഷൻ, പേഴ്സൺ, ഐറ്റം, വിച്ച് കോസ്റ്റ് ഈസ് അസർടെയിൻഡ്. ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാവാം കോസ്റ്റ്. അപ്പോൾ എവിടെയാണ് കോസ്റ്റ് വരുന്നത് അതാണ് എന്ത്, കോസ്റ്റ് സെൻറ്റർ.
കോസ്റ്റ് യൂണിറ്റ് നമ്മൾ യൂണിറ്റിലാണ് പറയുക അല്ലേ? യൂണിറ്റുകൾ പറഞ്ഞാൽ ലിറ്റർ, ടൺ, കിലോമീറ്റർ, അങ്ങനെ നമ്മൾ ഓരോ മെഷർമെൻറ്റുകൾ. അപ്പം കോസ്റ്റിൽ വരുന്ന ആ യൂണിറ്റുകളെയാണ് എന്ത് പറയുന്നത്? കോസ്റ്റ് യൂണിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്ന തിയറി ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. തിയറി ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? സെക്കൻഡ് ചാപ്റ്റർ, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ഉണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.